കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ജനങ്ങൾക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും നിന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുപാടുണ്ട്. പക്ഷേ ഇരിക്കുന്നത് ഇവരുടെയൊക്കെ സ്റ്റൂളിൻ്റെ മുകളിലോ ചെയറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇവർ തരുന്ന സൗകര്യം എന്താണോ അതിൻ്റെ മുകളിലായിരിക്കും. ഇവരെന്ന് വെച്ച് ഈ കച്ചവടക്കാർ കണ്ടോ, ഇതിൻ്റെയൊക്കെ വൃത്തികേടുണ്ട്. നമ്മൾ കോഴിക്കോട് ബീച്ചിലെ വൃത്തികേടുകൾ ദിവസം വൃത്തിയാക്കായിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കേട്ടതല്ലോ. കോഴിക്കോട് ബീച്ച് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കച്ചവടക്കാരിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന് ഈ ബീച്ച് മുഴുവൻ കയ്യേറാൻ കാരണം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും വളരെ ശോകമായിപ്പോയി ബീച്ചിൻ്റെ അവസ്ഥ. ഒരു കുടുംബത്തിന് വന്നിട്ട് സമയം ചിലവഴിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഈ പൂഴിമണലിൽ വന്ന് ഇരുന്ന് സമയം ചിലവഴിക്കാൻ പറ്റില്ല. അത്രയും വൃത്തികേടായി കിടക്കുകയാണ് ആകെ. പോരാത്തതിന് ഈ കച്ചവടക്കാരെ വേസ്റ്റ്, ഇവരെ ഫുഡിൻ്റെ വേസ്റ്റും എല്ലാം അത്രയും കൂടുതൽ പരന്ന് പന്തലിച്ച് കിടക്കുന്നു ബീച്ച് മുഴുവൻ. എന്തൊരു കഷ്ടമാണ്.